പതിവ് പോലെ തന്നെ ഞാനും വർഷൂട്ടനും കൂടി ഒന്ന് നടക്കാനിറങ്ങി. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാച്ചുറൽ ബ്യൂട്ടി കിഡ്സ് ഫേസ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 ചെമ്പരത്തിപ്പൂ, 1 പിടി തുളസി ഇല, 2 കറ്റാർവാഴേൻ്റെ തണ്ട്, എല്ലാം വീട്ടുപറമ്പ് കാണുന്ന സാധനങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ 1 പിടി ആര്യവേപ്പിലേൻ്റെ ഇല. എല്ലാം ഇവനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവനൊരു സന്തോഷമായിക്കോട്ടെ. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ പീടികയിൽ പോയി. ഒരു ചെറിയ പിയർ സോപ്പിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അങ്ങനെ പറിച്ച ഇലയും പൂവും നന്നായി കഴുകി മിക്സി ജാറിലേക്ക് ഇട്ട് അതിൻ്റെ അകത്തേക്ക് 3 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് അരി കുതിർത്ത് പൊടിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. അങ്ങനെ വാങ്ങിയ പിയേഴ്സിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഈ ഡബിൾ ബോയിലിംഗ് ചെയ്ത ലൈനിയും ഈ അരച്ച് വെച്ച ഇലകളെല്ലാം കൂടി കൂട്ടി ഒരു ഡിസ്പോസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായി ആ ഗ്ലാസ് മുഴുവൻ ഏതെങ്കിലും ഒരു ഓയിൽ തേച്ച് കൊടുക്കണം. അങ്ങനെ 3 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ സോപ്പ് ഇങ്ങനെ ഈ രീതിയിൽ കട്ടിയായി കിട്ടും. എൻ്റെ സോപ്പ് ലായനി കുറച്ച് കുറവായതുകൊണ്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. 1 മാസമൊക്കെ കിട്ടും. ചിലർക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കുറയുകയും ചെയ്യും. എൻ്റെ മോൻ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് എനിക്കൊരു മാസം വരെ കിട്ടിയിട്ടുണ്ട്. യാതൊരുവിധ സ്കിൻ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കുറച്ച് നിറം വെച്ചതുപോലെ ഒരു തോന്നലൊക്കെ വരുന്നുമുണ്ട്. നല്ലൊരു സാധനമാണ്, എല്ലാവർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇതും വെറും ഒരു സാമ്പിൾ മാത്രം ആയതുകൊണ്ടാണ് സോപ്പ് ലായനി കുറച്ച് ഉപയോഗിച്ചത്. യാതൊരുവിധ കേടും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.